യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെയാണ് ക്രിസ്തു ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. നമ്മെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കുന്ന ഒരു ഉപമയാണ്. ഇതിലെ ഒരു വാക്യം ഇപ്രകാരമാണല്ലോ: ദരിദ്രൻ മരിച്ചു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതേസമയം ധനികനും മരിച്ചു, അവൻ നരകത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത്. എന്തുകൊണ്ട് ദരിദ്രൻ സ്വർഗത്തിലേക്കും ധനവാൻ നരകത്തിലേക്കും അയക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ മുൻപിലെ ചോദ്യം. ഇവർ ദരിദ്രരും ധനികരുമായിരുന്നത് കൊണ്ടാണോ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല എന്നുള്ളതാണ്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ ധനികനായ മനുഷ്യൻ, അതായത് നരകത്തിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യൻ വിശുദ്ധനായ മനുഷ്യനാണോ എന്ന് പോലും ഇന്നത്തെ ഈ ഉപമയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം അദ്ദേഹം തൻ്റെ ഈ സമ്പത്ത് അല്ലെങ്കിൽ ധനവാനായി മാറിയത് മറ്റുള്ളവരെ ചൂഷണം ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ പ്രവൃത്തിയിലൂടെ ഇതൊക്കെ നേടിയെടുത്തോ എന്ന് ഒരിടത്തും പ്രതിപാദിക്കുന്നില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ ഒരു ദരിദ്രൻ കിടക്കുമ്പോൾ ആ ദരിദ്രനെ അദ്ദേഹം അവിടെ നിന്ന് പുറത്താക്കുകയോ അദ്ദേഹത്തിന് അസഭ്യം പറയുകയോ അദ്ദേഹത്തെ ഇല്ലാത്തത് പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തില്ല. അത്രയേറെ കാരുണ്യത്തിൻ്റെയും വിശാലതയുടെയും മനസ്സുള്ളവനായിരുന്നു ഈ ധനികൻ. എന്നിട്ടും എന്തേ ഈ ധനികൻ മരണത്തിന് ശേഷം നരകത്തിലേക്ക് അയക്കപ്പെട്ടത്? കാരണം ധനികന് ദൈവം ഈ സമ്പത്തും ഈ ആരോഗ്യവും സുഖ സൗകര്യങ്ങളും ഈ സാധ്യതകളുമെല്ലാം നൽകിയത് അവന് വേണ്ടി മാത്രമല്ല, തൻ്റെ സഹോദരനെ കൂടി സഹായിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല, അപ്രകാരം പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഈ ധനികൻ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റ്. അതാണ് യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നത്: ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഇവിടെ ധനവാന് സംഭവിച്ചത് അതാണ്. ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അതാണ് പാപം. 4 തരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 1 വിചാരത്താൽ, 2 വാക്കാൽ, 3 പ്രവൃത്തിയാൽ, 4 ഉപേക്ഷയാൽ. ധനികൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഉപേക്ഷയാലുള്ള പാപമാണ്. കാരണം തൻ്റെ സഹോദരൻ തൻ്റെ മുൻപിലുണ്ടായിരുന്നിട്ടും അവനെ സഹായിക്കുവാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സൗകര്യങ്ങളും എല്ലാ സമ്പത്തും തൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടും സഹായിക്കുവാനായിട്ട് ഒരു ചെറു വിരൽ പോലും അദ്ദേഹം അനക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തെറ്റും. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലും ഈ ലേവായനും പുരോഹിതനും സംഭവിച്ച തെറ്റ് ഇത് തന്നെയാണ്. വഴിയരികിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യനെതിരെ അവർ ഒരു തെറ്റും ചെയ്തില്ല. എന്നാൽ അവർ കണ്ടിട്ടും അവനെ സഹായിക്കാതെ കടന്നുപോയി, അവന് ചെയ്യാൻ സാധിക്കുന്ന നന്മ ചെയ്യാതെ കടന്നുപോയി എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലും സംഭവിച്ചത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന തെറ്റാണ് ഉപേക്ഷയാലുള്ള പാപം. നാം പലപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മ പോലും പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. ദൈവം നമുക്ക് ഇത്രയേറെ ആയുസ്സും ഇത്രയേറെ ആരോഗ്യവും ഇത്രയേറെ സുഖ സൗകര്യങ്ങളുമൊക്കെ നൽകിയിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുവാൻ വേണ്ടിയും കൂടിയാണ്. പ്രോത്സാഹനത്തിന് വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണെന്നുള്ള സത്യം ഈ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ അത് ചെയ്യുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.